ഇത് നമ്മുടെ തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിലാണ്. അവിടെ JP ബാറിൻ്റെ ഉടമസ്ഥനുണ്ട് ജയപ്രകാശ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീടിനോട് ചേർന്നൊരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കിളിക്കൂട്ടിൽ കിളീനെ പിടിക്കാൻ വന്നായിരിക്കണം, എന്തായാലും ചേരയൊക്കെ ആകുമ്പോൾ അതായിരിക്കില്ല അവൻ്റെ ഉദ്ദേശം. എന്തായാലും അത് വന്നപ്പോൾ ഒരു നെറ്റ് ഇട്ടുണ്ടായിരുന്നു. നെറ്റിലിത് കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ കാലത്ത് അവർ വന്ന് നോക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വന്നാണ് അവിടുത്തെ സർവൻറ്റ്. അപ്പോൾ വന്നപ്പോഴാണ് പാമ്പ് കുടുങ്ങി കിടക്കുന്നത്. അപ്പോൾ പിന്നെ അവർ വേഗം അതിൻ്റെ ഓണറെ വിളിച്ച് നമുക്ക് ഇൻഫർമേഷൻ തന്നു. നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ എന്തായാലും രക്ഷപ്പെടുത്തി വിടാം. കാരണം വിഷമില്ലാത്തൊരു പാമ്പാണ്. നമുക്ക് എന്തായാലും രക്ഷപ്പെടുത്താനാണ്. മതി ചാക്കെടുക്കും. വീഡിയോ കറക്റ്റ് പിടിക്കാം. നമുക്ക് ചാനൽ ടൈം പോകും. എന്തായാലും നമ്മളതിനെ പിടിച്ച് ചാക്കിലാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ എവിടെയെങ്കിലും വിശാലമായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് അതിനെ റിലീസ് ചെയ്യാം. എപ്പോഴാണ് അതിനെ കണ്ടത്? ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതെ അല്ലേ? അപ്പൊ കണ്ട വശം ഞാൻ ഓടി അങ്ങോട്ട്. അത് ശരി. എന്നിട്ട് പോയി പിടിക്കാൻ ആളെ വിളിക്കാൻ ഭക്ഷണം കൊടുക്കാൻ വന്ന ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് തങ്കാണ്. തങ്കാണല്ലേ? തങ്കാന്നാണ് അമ്മയുടെ പേര്. എന്തായാലും അമ്മയ്ക്ക് കണ്ടപ്പോൾ ഒരു പേടിയായി അല്ലേ? പാമ്പിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് കാണുമ്പോൾ തന്നെ പേടിയായി. കാരണം വിഷമുള്ളതാണോ അല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഞാൻ എന്തുട്ടാ അതൊന്നും നോക്കിയില്ല, കണ്ട വശം ഓടി വിടുന്നു. ധാരാളം പാമ്പുള്ള സ്ഥലമാണ് അവിടെ. പല പ്രാവശ്യം മൂർഖനെ പിടിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ശീലം അമ്മയ്ക്കുണ്ട്. അപ്പോൾ പാമ്പിനെ കാണുമ്പോൾ എന്തായാലും ഏതൊരു വ്യക്തിക്കും ഭയം ഉണ്ടാവും. കാരണം ഭയപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം തമാശ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല പാമ്പ്. കാരണം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ പാമ്പിനെ പിടിച്ചിട്ടുള്ള ഒരു ശീലമൊക്കെ ആൾക്കാർ കാണിക്കാറുണ്ട്, പാമ്പിനെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതേസമയം കുട്ടികൾ വീട്ടിൽ വന്നിട്ട് അബദ്ധവശാൽ ഈ സ്കൂളിലൊക്കെ പാമ്പിനെ തൊട്ടിട്ടുള്ള ശീലത്തിൽ കുട്ടികൾക്ക് പാമ്പിനെ ഒന്നും കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ പെട്ടെന്നൊന്നും. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് പല കുട്ടികളും ഇതുപോലെ പാമ്പിനെ പറമ്പിൽ കാണുന്ന പാമ്പിനെ പിടിക്കുകയും അത് അപകടാവസ്ഥയിലേക്ക് പോയുണ്ടാകുന്ന സാഹചര്യം ധാരാളം ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ ശരിക്കും പാമ്പിനെ കൊണ്ട് കുട്ടികളെ തൊടിയിപ്പിക്കുന്ന ഒരു നല്ല ശീലമായിട്ടല്ല ഞങ്ങൾ കരുതുന്നത്. കാരണം വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ ഇവിടെ കാഴ്ചബംഗ്ലാവിൽ അനവധി പാമ്പുകൾ കിടക്കുന്നുണ്ട്. സുരക്ഷിതമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം.
സ്കൂളുകളിലൊക്കെ പോയിട്ട് പാമ്പിനെ തൊടിയിക്കുക പിടിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു അപകടാവസ്ഥയിലേക്ക് സമൂഹത്തിനെ എത്ര തന്നെ ധരിപ്പിക്കാനാണെങ്കിലും അതൊരു കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്കൊന്നും അത് സെൻസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊന്നും കുട്ടികൾക്കായിട്ടില്ല. എന്തൊക്കെയായാലും ശരി അതൊരു അപകടാവസ്ഥയിലേക്ക് പോകും. പക്ഷേ അമ്മേനെ സംബന്ധിച്ചിട്ട് അമ്മ ഇത്രയും വലുതായിട്ട് വരെ പാമ്പിനെ കാണുമ്പോൾ ഭയപ്പെടുന്നു. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ട്. കുട്ടികൾക്ക് ആകുമ്പോൾ ആ വികടതരം കൂടി ഉണ്ടാവും. അപ്പോൾ അവർ പോയി പിടിക്കും. വിഷമുള്ള പാമ്പാണെങ്കിലോ അപകടത്തിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമുക്കിതിനെ പിടിക്കാൻ സാധിച്ചു. നമുക്കിതിനെ ഒരു ശല്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് റിലീസ് ചെയ്യാം.